പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നോക്ക് നിച്ചൂട്ടിനെ ഉറക്കത്തുനിന്ന് എടുത്തുകൊണ്ട് വന്നേ. അപ്പൊ ഞാനും ഏട്ടനും നിച്ചൂട്ടിയും കൂടി നോക്കിക്കോളൂ. നമ്മള് കണ്ണൂര് പോവാന്ന്. എന്തിനാ പോന്നണ്ണാ? അതെയാ? എന്നിട്ട് അതെയാ മേക്കാനാ? ഉറക്കത്തിലാണ് കേട്ടോ പറയുന്നത്. നമ്മള് കണ്ണൂര് പോകുന്നത് എന്തിനാ വെച്ചാൽ നിച്ചൂട്ടിന്റെ ബർത്ത്ഡേ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ടാണ്. ബർത്ത്ഡേ പർച്ചേസിങ് കാര്യമായിട്ട് ഒന്നുമില്ല, എന്നാലും കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് നിച്ചൂട്ടിക്ക്. അതിന് വേണ്ടിട്ട് പോവാന്നല്ലേടാ? നിച്ചൂട്ടി ഇന്ന് 2:30 ആകുമ്പോന്ന് ഉച്ചക്ക് ഉറങ്ങിയത്. എന്നിട്ട് നമ്മള് 3:30 ആകുമ്പം എണീപ്പിച്ച് ഉന്തി എണീപ്പിച്ചത്. അതുകൊണ്ട് ഉറക്കം ശരിയായിട്ടില്ല, ഉറക്കം മൂഡിലുണ്ട് അത്രേ. പിന്നെ നമ്മള് മടിച്ചിട്ടാണ് ഇന്ന് പോകുന്നത്. ഇന്ന് പോണ്ടോ ഏട്ടനാണെങ്കിൽ പിന്നെ എന്നെക്കാളും കുഴി മടിയാണ്. കുറച്ചു നേരം നിച്ചുവിനെ ഉറക്കാൻ കിടന്നപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് ഉറങ്ങിപ്പോയി. ഒരേ ഉറക്കൊന്നുമില്ല. എന്നാ പിന്നെ വന്ന് വിളിക്കലല്ലേ, എന്നാ പിന്നെ വേഗം വിളിക്കുക നമുക്ക് പോണ്ടേന്ന് പറഞ്ഞിട്ട്. ഇത് ഉറങ്ങുന്ന ആളെ ഉറങ്ങാൻ വിട്ടു. എന്നിട്ട് ലാസ്റ്റ് മടി കളിച്ചു. ഏതായാലും ഇന്ന് പോയിട്ട് വരാന്ന് വിചാരിച്ചിട്ടാണ്. ഒരു കല്യാണത്തിനെല്ലാം പോവാനുണ്ട് 2 ദിവസം കഴിയുമ്പോ. അപ്പോഴേക്ക് നിച്ചൂട്ടിക്ക് എല്ലാം മേടിച്ച് സെറ്റാക്കി വെക്കാന്ന് വെച്ചിട്ടാണ്. സമയം ഇപ്പൊ 4:30 ആയി കേട്ടാ. നമ്മള് കണ്ണൂരെത്താനായി ഏകദേശം. അപ്പൊ ഇനി ഇന്നത്തെ ബാക്കി നിച്ചൂട്ടിന്റെ ഗിഫ്റ്റ് വിശേഷങ്ങളെല്ലാം കാണാം. അല്ലടാ കണ്ണാ? ചിരിക്ക, പല്ല് കാണിച്ച് ചിരിക്ക. ആദ്യം തന്നെ നമ്മൾ സ്വന്തം നമ്മുടെ ആലൂക്കാസിലേക്കാണ് കേട്ടോ പോയത്. നിച്ചൂട്ടിക്ക് വള നോക്കാൻ വേണ്ടിയിട്ട്. നിച്ചൂട്ടി എപ്പോഴും ഡെയിലി ഇടുന്ന ആ വള പൊട്ടിപ്പോയി. കുറേ അവിടെ ഇവിടെ ആയിട്ട് പൊട്ടുള്ളത് കൊണ്ട് മുഖത്തെല്ലാം ഇങ്ങനെ ഉരഞ്ഞു പോകുന്നു. അതുകൊണ്ട് അതൊന്ന് മാറ്റാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഇതാ ഫസ്റ്റ് തന്നെ ഇട്ട് നോക്കിയത് ഈ ഒരു പിരിപിരിയം വളയാണ്. നല്ല രസമുണ്ടായിനി, കറക്റ്റ് സൈസും ആണ് നിച്ചുവിന്. കുറേ ടൈപ്പ് ഉണ്ടായിനി, പക്ഷെ നമ്മൾ കുറച്ച് ഉറപ്പുള്ള അങ്ങനെ ടൈപ്പാണ് നോക്കുന്നത്. നമുക്ക് കുറച്ച് നാളത്തേക്ക് ഇടണ്ടേ അല്ലേ. അപ്പം ഉറപ്പുള്ള ടൈപ്പിൽ, ആ പരന്ന ടൈപ്പിലുള്ളതാകുമ്പോൾ വേഗം ഒടിഞ്ഞു പോകില്ലേ. ഇവർ കളിക്കുന്ന സമയത്തെല്ലാം അവിടെ എവിടെയും കുത്തിയിട്ട് ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടല്ലോ. അതുകൊണ്ട് ഇങ്ങനത്തെ ഉറപ്പുള്ള ടൈപ്പ് മാത്രമാണ് ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിനെ അവിടെ. നമ്മളെപ്പോഴും ഇപ്പോൾ എന്ത് മേടിക്കാനും ആലൂക്കാസിൽ തന്നെയാണ് പോലെ. അതെന്തോ നല്ല കംഫർട്ടായി അവിടെ പോയിട്ട്. നമുക്ക് വീഡിയോയിൽ എടുക്കാനാണെങ്കിലും അവിടെയുള്ള സ്റ്റാഫാണെങ്കിലും എല്ലാം നല്ല കമ്പനി ആയതുകൊണ്ട് ഇപ്പം എന്തോ ഒരു കംഫർട്ടാണ് പോകാൻ. നമുക്ക് പരിചയമുള്ള ഒരു സ്ഥലത്ത് പോകുന്ന ഒരു ഫീൽ കിട്ടും. അതുകൊണ്ടാണ് ഇപ്പം എന്തെടുക്കാനും അവിടത്തേക്ക് ഓടിപ്പോകുന്നത്. അധികം ഒന്നും സെലക്ട് ചെയ്യേണ്ടി വന്നില്ല. നമുക്ക് ഇങ്ങനത്തെ കുറച്ച് ഉറപ്പുള്ള ടൈപ്പ് തന്നെ എടുക്കാന്നുള്ളത് കൊണ്ട് ഈ 2 എണ്ണത്തിൽ ഒന്നെടുക്കാമെന്ന് വിചാരിച്ച് ലാസ്റ്റ് നോക്കി ആ ഒരു പിരിവിരിയം വള തന്നെ അങ്ങ് എടുത്തു കേട്ടോ. ഇത് അമ്മക്കുണ്ടായ അതേ ടൈപ്പ് വളയാണ്. അപ്പോൾ നിച്ചൂട്ടിക്ക് പോയ ഉടനെ തന്നെ ബലൂണെല്ലാം കൊടുത്തിട്ടുണ്ടായിന്, അത് വെച്ച് കളിക്കുന്നുണ്ട്. അതിനിടയിൽ ചായ എല്ലാം കുടിച്ച്. നമുക്കിന്ന് വളയെല്ലാം എടുത്ത് തരാൻ ഹെൽപ്പ് ചെയ്തത് ഡെന്നിസ് എന്ന് പറയുന്ന ഒരു ഏട്ടനാണ്. അവർ പണ്ടേ നമ്മൾ പോകുമ്പോൾ ഉണ്ടാവുന്നതാണ്, നല്ല പരിചയം. അപ്പോൾ നമ്മളിങ്ങനെ ഓരോരോ വർത്താനെല്ലാം പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഞാൻ പുതിയ കളക്ഷൻസ് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. 2 പവൻ. പിന്നെ ബാക്കി റൂബി, റൂബിന്റെ ബീഡ്സ് വരുന്നു. 2 പവൻ അല്ലേ? അത് മാത്രല്ല ഗോൾഡ് ഉണ്ടാവുള്ളൂ അല്ലേ? 2.25. അപ്പൊ റേറ്റ് എങ്ങനെയാ വരും ഇതിന്? ഇതൊരു 1.80 താഴെ. 1.80 ഇതിന്റെ അടക്കം, സ്റ്റോണിന്റെ അടക്കം വരുന്നത്. ഇതിന് ഏകദേശം 1.50 ആ റേഞ്ച്. 1.50. ആ ലക്ഷ്മി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയൊക്കെ. എല്ലാവരും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പരസ്യത്തിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതവരെ പുതുതായിട്ട് വന്ന കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തന്നെയാണ്. ഒരു 2 പവൻ 2.25 പവനല്ലേ അതിനകത്ത് ഗോൾഡ് വരുന്നുള്ളൂ. ബാക്കിയൊക്കെ പേളും റൂബി സ്റ്റോണും അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ളതാണ്. നല്ല ഭംഗിയുണ്ട്. പക്ഷെ നമ്മൾ ഹിന്ദു ബ്രൈഡ്സ് എല്ലാം കുറേ എണ്ണം ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവുമായിരിക്കും. അല്ലാണ്ട് നമ്മൾ സിമ്പിൾ കൂട്ടത്തിൽ ഇങ്ങനത്തെ നമ്മൾ പെയർ ചെയ്യുന്നു തോന്നുന്നില്ല. അങ്ങനത്തെ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പക്ഷെ ഇപ്പം അങ്ങനെ വരാൻ തുടങ്ങി. ഇങ്ങനത്തെ കളക്ഷൻസും എല്ലാവരും ഹിന്ദു ബ്രൈഡ്സ് ആയാലും എല്ലാം ഇടാറുണ്ടല്ലോ. അതുകൊണ്ട് നല്ല രസമുണ്ടായിനി കാണാൻ. ആ ഒരു സെറ്റപ്പിൽ നമ്മൾ പരസ്യത്തിലെല്ലാം കാണുന്നതിന് അവർ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് എവിടെ ഏതോ ഒരു പരസ്യത്തിൽ കണ്ടിട്ടുണ്ടായിനി ഇങ്ങനത്തെ ആ ഒരു പേളിൻ്റെ മാല വെച്ചിട്ടുള്ളത്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്.
ഈ ഒരു മാലയുണ്ടല്ലോ കാണുമ്പോൾ എന്ത് ഹെവിയാണെന്ന് നോക്കിയേ. പക്ഷെ നമ്മളത് പിടിച്ചു നോക്കുമ്പോൾ ഉണ്ടല്ലോ വെറുതെ ഒരു കടലാസെല്ലാം പിടിച്ച് നോക്കിയ പോലെ ഉണ്ട്. 5 ഗ്രാമാണ് പോലും അതിൻ്റെ വെയിറ്റ്. അതായത് 1 പവൻ പോലും ഇല്ല. 8 ഗ്രാമല്ലേ നമ്മൾ 1 പവൻ എന്ന് പറയുക. അപ്പോൾ 1 പവൻ പോലും ഇല്ല ആ മാല. നോക്കി എന്താണ്. പക്ഷെ നമുക്ക് കല്യാണത്തിനെല്ലാം ഇടാൻ വേണ്ടിയിട്ട് അടിപൊളിയായിരിക്കും. കല്യാണത്തിനെല്ലാം പൊതുവേ നമ്മളിങ്ങനെ സ്വർണ്ണം കുറേ ഉണ്ട് എന്ന് കാണിക്കണം എന്ന പർപ്പസിൽ ഇടുന്നവർക്ക് ശരിക്കും ഈ ഒരു മാല ഫസ്റ്റ് മാലയിലാക്കി ഇട്ടാൽ അത്രയും ചെറിയ റേറ്റിൽ നമുക്ക് ഒരു മാല കിട്ടും. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നല്ല ഫിനിഷിങ്ങും എല്ലാം ഉണ്ട്. പിന്നെ ഏറ്റവും അത്ഭുതമായത് ഇത് ഈ വള എടുത്തപ്പോഴാണ്. ഈ വള അരപ്പവനാണ്. ഒരു വള അരപ്പവൻ. ആലോചിച്ച് നോക്കിയാട്ടെ. അത്രയും ഒരു അരപ്പവൻ കൊണ്ട് ഇത്രയും വലിയ വളയിൽ ഉണ്ടാക്കാൻ പറ്റൂല ഇങ്ങനെ ഒരു ഡിസൈനിൽ. അപ്പോൾ അതെല്ലാം ശരിക്കും ഇങ്ങനത്തെ കുറേ ഓപ്ഷൻസ് എല്ലാം ഉള്ളത് കൊണ്ട് ഇപ്പം നല്ലതാണ്. കല്യാണ പാർട്ടിക്കൊക്കെ പോകുന്നവർക്ക് ഇങ്ങനത്തെ എല്ലാം കുറേ ഇങ്ങനെ ഇടുകയും ചെയ്യാം. അധികം ഗോൾഡൊന്നും വേണ്ടാന്ന് താനും. ഇപ്പോൾ ഗോൾഡിൻ്റെ എല്ലാം പൈസ ഡേ ബൈ ഡേ കൂടി ഇന്ന് 50,000-ൻ്റെ അടുത്തൊക്കെയാണ് ഗോൾഡിൻ്റെ പൈസ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും നോക്കുന്നത്. ഞാനിപ്പോൾ ഇട്ടിട്ടുള്ള ഈ ഒരു മാല വെറുതെ ഞാനൊന്ന് ഇട്ട് നോക്കിയതാണ്. ഇത് നല്ല വെയിറ്റ് ഉണ്ട്. 7 പവനെങ്ങാണ്ട് ഉണ്ട്. പക്ഷേ നല്ല ഹെവി ആയിട്ട് അങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. കുറേ ഗോൾഡ് എടുക്കാണ്ട് കുറച്ച് ഗോൾഡ് ഒരു 2 മാല എന്നൊക്കെ ഇടുന്നവർക്കാണെങ്കിൽ ഇടാം. ഇതും കുറച്ചൊരു ലോങ് ആയിട്ടുള്ള ഒരു മാലയും കൂടെ മാത്രം മതി ശരിക്കും കല്യാണത്തിന്. നല്ല ഹെവി ആയിട്ട് അങ്ങനെ കിടന്നോളും. കളക്ഷൻസ് എല്ലാം അടിപൊളിയാണ്. നമ്മൾ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അവർ നമ്മളെ വീഡിയോ കാണുന്നതാണ്. അവിടെ പുതിയ കളക്ഷൻസ് ആണെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പം നിച്ചൂട്ടി ആടുന്ന് പിന്നെ കളിക്കാൻ തുടങ്ങി. നമ്മൾ നിച്ചൂട്ടിൻ്റെ മാല ഒന്ന് ശരിയാക്കാൻ കൊടുത്തിട്ടുണ്ടായിന്. അതും ശരിയാക്കുന്ന സമയം കൊണ്ട് നിച്ചൂട്ടി ജോറ് കളിയാണ്ടായേ. പിന്നെ ഇത് വലിയ ഏരിയ ആയതുകൊണ്ട് കുറച്ച് പേരുണ്ടെങ്കിലും നമുക്ക് അധികം തിരക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും ചോദിച്ച്. കുത്തക്കട കളിക്കല്ലേ? കളിക്കോ? അപ്പൊ നമ്മൾ ആലൂക്കാസിന് നിച്ചൂട്ടിക്ക് വളയെല്ലാം വാങ്ങിച്ചിട്ട് ഇറങ്ങി. നിച്ചൂട്ടിക്ക് ആലൂക്കാസ് ഇപ്പൊ തറവാട് പോലെയാണ്. ആടെ പോയി കഴിഞ്ഞാ ഓടിച്ചാടി കളി അല്ലേ? കുറച്ച് വാശിയെല്ലാം വരുന്നുണ്ട്. കുറച്ച് കുരുത്തക്കേടെല്ലാം. നിച്ചുനെ വള കാണിച്ചു കൊടുക്കാം നമുക്ക്. മറ്റേ വിളക്കിയ മാലയുണ്ടോ ചിലപ്പോ? അതായത് അത് നിച്ചൂട്ടിന്റെ മാലയും പൊട്ടിപ്പോയിന് കേട്ടാ. അത് നമ്മള് ജസ്റ്റ് വിളക്കി കൂട്ടിയിട്ടുണ്ട്. അത് വേറെ പെട്ടിയിലുണ്ട്. ഒന്ന് വേഗം തുറക്കോ? വേഗം ഇന്നലെ തുറക്കോ? അമ്മമ്മക്ക് ഉണ്ടായി. നിച്ചൂട്ടിന്റെ അമ്മമ്മക്ക് ഉണ്ടായിനി വള. അമ്മക്ക് ഇതേ സാധനം ഉണ്ടായിന് പണ്ട്. അതന്നെ നമ്മളെടുത്ത. കാണിച്ചെടുക്ക്. കണ്ട കൈ വെച്ച് കാണിച്ചെടുക്ക്. കുഞ്ഞി കൈ ഇവിടെ വെക്ക്. കുഞ്ഞി കൈ അച്ഛന്റെ കയ്യിൽ വെക്ക്. കള്ളി ഇത് അമ്മ പിടിക്കാം. ഹായ് സുന്ദരി ആയില്ലോ അമ്മേന്റെ കണ്ണാപ്പി. പിന്നെ ആ മാല വിളക്കി കൂട്ടിയതും അതിപ്പോ മാറ്റുന്ന സ്വർണത്തിന് നല്ല പൈസ ആയിരുന്നു. അതാ അവരടുന്ന് നമ്മളോട് പറയുന്നത്. പക്ഷെ എനിക്ക് കുറയൊന്നുമില്ല ഒന്നല്ല കേട്ടാ. ഇനി അങ്ങനെ ഒരു കുറവ് ചാൻസ് ഒന്നുമില്ല. അയ്യോ മെല്ല. അതിനകത്ത് മാല 2 മാലയുണ്ട്. വാവേന്റെ 2 മാല ഉണ്ടായതും പൊട്ടിപ്പോയി. 2 പൊട്ടി. അപ്പൊ ഇപ്പൊ വേറെ ഓപ്ഷൻ ഇല്ല. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ നേരെ ചെരുപ്പ് മേടിക്കാൻ വേണ്ടി പോയേ. നിച്ചൂട്ടിന്റെ ഷൂവും ചെരുപ്പും എല്ലാം മേടിക്കണം. ഇപ്പോൾ ഓൾറെഡി യൂസ് ചെയ്യുന്നത് ഒന്ന് മാത്രം നല്ലതുള്ളൂ. ബാക്കി ഷൂ എല്ലാം ചെറുതായി. പിന്നെ മുറ്റത്തു നിന്നെല്ലാം കളിക്കുമ്പോൾ ഇട്ടിട്ട് നാശകോശാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നല്ലൊരു ഷൂവും വാങ്ങിക്കണം, ഒരു ചെരുപ്പും വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ അങ്ങോട്ടുള്ള ഒരു ഷോപ്പുണ്ട്, ലാസ്റ്റുള്ള ഒരു ഷോപ്പ്. അവിടത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇതിന് മുമ്പേ നമ്മൾ നിച്ചൂട്ടിക്ക് ചെരുപ്പ് മേടിച്ചതും അവിടെ നിന്ന് തന്നെ. അങ്ങനെ ഓരോന്ന് ഇട്ട് നോക്കിയിട്ട് ഇങ്ങനെ നടത്തിക്കായിരുന്നു കറക്റ്റ് ആണോ എന്നുള്ളതെല്ലാം. മുന്നേ ഞാൻ പോകുമ്പോൾ ഏൽപ്പിച്ചിരുന്നു, നിച്ചൂട്ടി ഒരു ഷൂവും ഒരു ചെരുപ്പും മേടിക്കണം, അതുകൊണ്ട് 2 ഇട്ട് നോക്കണമെന്ന്. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ പറഞ്ഞിട്ട് പോയിട്ട് ഒരു ചെരുപ്പ് മേടിച്ചാടെ നിച്ചൂട്ടി പറഞ്ഞു എനിക്ക് ഇത് മതി എന്ന് പറഞ്ഞിട്ട് അതെങ്ങനെ ഊരുന്നില്ല. പിന്നെ ചെരുപ്പ് ഇട്ട് നോക്കാൻ പറ്റിയിട്ടില്ല, ഷൂ ഇട്ട് നോക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് പിന്നെ ഇപ്രാവശ്യം പോകുമ്പേ പറഞ്ഞ് മനസ്സിലാക്കി വെച്ചതുകൊണ്ട് വേഗം എല്ലാം ഇട്ട് നോക്കാൻ വേണ്ടിയിട്ട് വിട്ടിനെ. നല്ലൊരു പിങ്ക് ചെരുപ്പ് ഉണ്ടായിനെ, പക്ഷെ അതിൻ്റെ സൈസ് കറക്റ്റ് അല്ല. നിച്ചൂന് അത് കുറച്ച് വലുതായി പോയി. ഏതാ ഇഷ്ടമായി? അതിനാണ് അച്ഛനെ പോലെ ആവാൻ വേണ്ടിട്ടാണ്. ചെരുപ്പ് നല്ല രസമുണ്ട് കേട്ടോ മാമേ. അല്ലപ്പ അങ്ങനെ ഒരു ഷൂവും ഒരു ചെരുപ്പും സെലക്ട് ചെയ്തു. അവിടെ നിന്ന് തന്നെ ഇട്ട് നോക്കുകയും ചെയ്തു. അതിൻ്റെ ഇടയിൽ ഏട്ടനും ഒരു ചെരുപ്പ് നോക്കുന്നുണ്ട്.
അവർ രണ്ടാക്കും മേടിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ അവിടെയുള്ളവർ ചോദിച്ചു ഏതായാലും അച്ഛനും മോളും ആയി, അമ്മയും കൂടെ മേടിച്ചോന്നു. പക്ഷെ ഞാൻ മേടിച്ചിട്ടില്ല ഇപ്രാവശ്യം. എൻ്റെ ചെരുപ്പ് ഞാൻ എന്നെ പിടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ട്. ഒരാൾ അതിങ്ങനെ വലിച്ചോണ്ട് നടക്കുന്നത്, പൊക്കി പിടിക്കുന്നു പറഞ്ഞാൽ ആ വെയിറ്റ് കാരണം പൊക്കുന്നില്ല, എന്നിട്ട് തരുന്നുമില്ല കയ്യിൽ. ഞാൻ പിടിക്കും എന്ന് പറഞ്ഞിട്ട് ഇതാ വലിച്ചോണ്ട് നടക്കുവാന്ന്. അവിടെ നടന്ന് വരുമ്പോൾ ഒരു ഷോപ്പ് കണ്ടിട്ട് കയറി. എനിക്ക് കുറച്ച് ഇന്നർ വെയറെല്ലാം മേടിക്കാനുണ്ടായിനി. അപ്പം അവിടെ നിച്ചൂട്ടിക്ക് ടീഷർട്ട് കണ്ടിട്ട് അങ്ങനെ നോക്കിയതാണ്. ജീൻസിൻ്റെ കൂടെയെല്ലാം ഇടാൻ പറ്റിയ ടോപ്പ് ഉണ്ടാവുമെന്നാണ് നോക്കിയത്. പക്ഷെ അതെല്ലാം കാര്യമില്ല, നിച്ചുവിന് കുറച്ച് വലുതുമാണ്, പിന്നെ നല്ല റേറ്റും ഉണ്ട് അതിനെല്ലാം. പിന്നെ അതിന് മെനക്കെട്ടിട്ടില്ല, 2 ടീഷർട്ട് മാത്രം മേടിച്ചിട്ട് ഇറങ്ങി. നമ്മൾ പോവാൻ ലേറ്റ് ആയതുകൊണ്ട് കുറച്ച് ലേറ്റായി, കുറച്ച് ഇരുടായി. പക്ഷെ തിരക്കില്ല, നമ്മൾ അങ്ങനെ തിരക്കിട്ട് പോകണ്ടല്ല. പക്ഷെ രാത്രി കണ്ണൂരെ കൂടെ ഇങ്ങനെ നടക്കുന്ന പ്രത്യേക എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഞാനും ഏട്ടനും പണ്ടെപ്പം പോകുന്നത്, ഞാൻ ഇച്ചുള്ളതുകൊണ്ട് ഇപ്പോൾ അധികം രാത്രിയൊന്നും അങ്ങനെ പോക്കില്ല. അപ്പോഴേക്ക് വിശന്ന് പണ്ടാരടങ്ങിയിട്ടുണ്ടായിനി. എന്നിട്ട് നേരെ MRIയിലേക്ക് ആവട്ടെ, റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള MRI ഉണ്ടല്ലോ, അടുത്തേക്കാണ് പോയത്. അവിടെ ഈ നോമ്പ് തുറക്കുന്ന സമയമായതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു ഉള്ളിൽ. പക്ഷെ പുറത്ത് വലിയ തിരക്കില്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ ഇരുന്ന്. ഇവിടുത്തെ മസാല ദോശ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് വേറെ ഏടത്തെ മസാല ദോശയും അധികം ഇഷ്ടമല്ല, പൊറോട്ടയും അതുപോലെ. മസാല ദോശയും പൊറോട്ടയും ഇവിടുത്തെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഏതായാലും മസാല ദോശ മേടിക്കാമെന്ന് വെച്ച് നിന്ന്. നിച്ചുവിനിങ്ങനെ ഔട്ടിങ്ങിനെല്ലാം പോയ ദിവസം ഭയങ്കര ഹാപ്പി ആയിരിക്കും നിച്ചൂട്ടി. അന്ന് വീട്ടിലെത്തിക്കഴിഞ്ഞാലും ഭയങ്കരമായിട്ട് സന്തോഷമായിരിക്കും. കുഞ്ഞുമക്കൾക്ക് അങ്ങനെ ആയിരിക്കില്ലേ, പുറത്തെല്ലാം കൊണ്ടുപോയി അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കൊടുക്കുകയെല്ലാം ചെയ്താൽ നല്ല സന്തോഷമായിരിക്കും അല്ലേ. അങ്ങനെ ഒരു സന്തോഷമുള്ള ദിവസമാണ് നിച്ചുവിന് ഇന്ന്. ഇടയ്ക്കായി വരുന്നതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ ജ്യൂസ് കുടിക്കുക, നല്ല കടി ഷേക്ക്, നമ്മളെ കോക്ടെയിൽ, കണ്ണൂർ സ്പെഷ്യൽ സാധനങ്ങളുണ്ടല്ലോ അതെല്ലാം കിട്ടുന്ന ഷോപ്പ് ഉണ്ടായിനി. പക്ഷെ എനിക്ക് ഇന്നെന്തോ തണുത്തത് കുടിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് വിശക്കുമായിരുന്നു, തണുത്തതൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് നേരെ MRIയിലേക്ക് വിടുക ചെയ്തത്. അതിനിടയിൽ ഞാൻ നിച്ചുട്ടിയും കൂടെ കുറച്ച് അടിപിടിയെല്ലാം കൂടി കളിക്കുകയാണ്. നമ്മളെ ഫുഡ് വരുന്ന വരെയുള്ള സമയം നിച്ചുവിനെ എൻ്റർടൈൻ ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ നിച്ചുട്ടി എന്ത് വരാത്തതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഫുഡ് എത്തി. ഞാൻ മസാല ദോശയും ഏട്ടൻ കിഴി പൊറോട്ടയാണ് വാങ്ങിച്ചിട്ടുണ്ടായേ. അപ്പം നമ്മൾ വേഗം ഫുഡെല്ലാം കഴിച്ച് സെറ്റ് ആവട്ടെ. നിച്ചുട്ടി ഇത് വേണമെന്ന് പറഞ്ഞിട്ട് ദോശ എടുത്തേ. അപ്പോൾ ഏട്ടൻ്റെ പൊറോട്ട കണ്ടപ്പോൾ എനിക്കത് മതിയെന്ന് പറഞ്ഞിട്ട് എടുത്ത ദോശയെല്ലാം തിരിച്ച് എൻ്റെ കയ്യിലേക്ക് തന്നെ ഇട്ട് തന്നു. അതിൻ്റെ താഴെ തന്നെ MRI ബേക്കറിയും ഉണ്ട്. അവിടെ നിന്ന് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് മേടിക്കാമെന്ന് വെച്ച് പോയതാണ്. ഈ കിവീൻ്റെ ഡ്രൈ ഫ്രൂട്ട് നിച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അത് മേടിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഈ ചോക്ലേറ്റിൻ്റെ ഇതുണ്ടല്ലോ, അപ്പോൾ അത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു പിള്ളേർക്ക് ഇഷ്ടമാവില്ല ചിലപ്പോൾ എന്ന് പറഞ്ഞു. അതെന്താണെന്ന് അറിയില്ല അങ്ങനെ പറഞ്ഞത്. നിച്ചു വാശി പിടിച്ചപ്പോൾ ഞാൻ ഒറ്റ ഒന്ന് കൊടുത്തേക്കെന്ന് പറഞ്ഞിട്ട് ഒറ്റ ഒന്ന് കൊടുത്തിട്ട് നിച്ചുവിനും കൂട്ടി ഞാൻ അവിടെ നിന്ന് സ്ഥലം വിട്ട് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ, പൈസ എല്ലാം കൊടുത്തിട്ട് വരുമ്പോഴേക്ക്. അല്ലെങ്കിൽ അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചോളൂ. അപ്പം നമ്മൾ ഫുഡെല്ലാം കഴിച്ച് MRIയിൽ കയറിയിട്ട് നിച്ചുട്ടിക്ക് എന്ത് വാങ്ങി? കിവി. വേറൊന്നും വാങ്ങിച്ചടാ. ജ്യൂസ് കുടിച്ചിട്ട്, തണുത്ത ജ്യൂസ് കുടിച്ചിട്ട് ചുമക്കുന്നതാ. മുട്ടായി തിന്നില്ലേ? അത് ഒരു മുട്ടായി തിന്നല്ലേ നിച്ചുട്ടി? എന്ന് നമുക്ക് വീട്ടിലേക്ക് പോവാ. പിന്നെ എവിടെയാ പോണ്ടേ? രമ്യവല്ലിൻ്റെ അടുത്താ. നോമ്പ് തുറക്കുന്ന സമയമായതുകൊണ്ട് നല്ല തിരക്കാണ് റെസ്റ്റോറൻറ്റിലെല്ലാം, നല്ല തിരക്കുണ്ട്. പെട്ടെന്ന് പോകുമ്പോൾ നല്ല തിരക്കാണ്. അപ്പം അന്ന് ഓർത്തേ നോമ്പ് തുറക്കുന്ന സമയമല്ലേ. എന്നാ കൊഞ്ചല്ലേ നിച്ചുട്ടി, വലുതാവുമ്പോൾ നിച്ചുട്ടി കൊഞ്ചി പറയുന്നു. ഇനി താഴെ നമ്മൾ പാർക്ക് ചെയ്തിട്ടേ ഇങ്ങോട്ട് വന്നേ. പോട്ടെ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയേ. ഇനി വീട്ടിലത്തെ വിശേഷം കാണാം. അതന്നെ നോക്കട്ടെ, കണ്ടാട അങ്ങനെ തന്നെ തോന്നിട്ട്. അതെ അതന്നെ വരുണ്ട വള അവരുണ്ടത് എന്നുവെച്ചാ വേഗം വളയൂലല്ലോ മോളെ. രസമില്ലേ? നല്ല രസമുണ്ട്. അച്ഛനെ മേടിച്ച സാധനം കൊടുക്കറിയിച്ചോ? അച്ഛനെ മേടിച്ചിട്ട് അയച്ചോ? അച്ഛനെന്ന് പറഞ്ഞിട്ട് എന്തോ മേടിച്ചിട്ടില്ലേ? ഇതാ എന്നാ അച്ഛനെ മേടിച്ച സാധനം കൊടുക്ക. ഇത് പിടിക്കും. അപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഇതാ ഇവിടെ നിരത്തി ഇട്ടിച്ചാന്നുള്ളത്. ചെരുപ്പ്, പുതിയ ചെരുപ്പ് മേടിച്ചതെല്ലാം നിലത്തെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഡ്രസ്സെല്ലാം ഇത് അമ്മമ്മേൻ്റെ മേത്തെല്ലാം വെച്ച് കൊടുത്തിട്ടാന്നുള്ളത്. അപ്പോഴേക്ക് നമ്മുടെ മുന്നിലത്തെ സായിത്ത അവർ നോമ്പ് തുറക്കുമ്പോൾ കടി ഉണ്ടാക്കിയത് കൊണ്ടു തന്നിട്ടുണ്ടായിനി. ഒരു മടക്ക് വട, അതിനകത്ത് തേങ്ങയും പരിപ്പെല്ലാം ഇട്ടിട്ടുള്ള ഫില്ലിംഗ് ആണ്. പിന്നെ ഒരു ഇറച്ചി അടിയും, ഒരു ഇഡലി പോലത്തെ സാധനം, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ടായിനി. ഇനി അതെല്ലാം തിന്നണം. അങ്ങനെ നമ്മൾ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. കുറച്ചു നേരം എല്ലാവരുമായിട്ട് വർത്താനം പറഞ്ഞിരുന്ന്. നമ്മൾ എപ്പോൾ പോയിട്ട് വന്നാലും പോയിട്ട് വാങ്ങിച്ച സാധനങ്ങളെല്ലാം അച്ഛനും അമ്മക്കും കാണിച്ചു കൊടുക്കും കേട്ടോ. നമ്മളെപ്പോഴും അങ്ങനെ. അതുപോലെ തന്നെ അമ്മയും അച്ഛനും. അമ്മ സാരിയെല്ലാം എടുക്കാൻ പോയാലും എല്ലാം മേടിച്ച ഉടനെ വന്ന ഉടനെ നമുക്ക് കാണിച്ചു തരും. അതുപോലെ തന്നെ നമുക്ക് ശീലം. അതുകൊണ്ട് എല്ലാവർക്കും കാണിച്ചു കൊടുത്തിട്ടാണ് റൂമിൽ കൊണ്ടുവരിക. അതാണ് നിങ്ങൾ നേരത്തെ കണ്ട ആ ക്ലിപ്പ് കേട്ടാ. അപ്പോൾ എല്ലാം വാങ്ങിച്ച്
വൈകുന്നേരം ലേറ്റ് ആയിട്ടേ പോവാൻ നീച്ചുട്ടിനെ കുറച്ചു നേരം പാർക്കിൽ കളിപ്പിക്കണം എന്നല്ല വിചാരിച്ചനെ. അത് അമ്മേന്റെ വിചാരിച്ചിനി, അത് നടന്നിട്ടില്ല. അത് വേറൊരു ദിവസം ഇനി പോവാ. ഹാപ്പി ആയിനാ? എന്തെല്ലാം കാണിച്ചു കൊടുത്ത? അവന്റെ ഷൂ കാണിച്ചു കൊടുത്താട്ടെ. ഷൂ, ഈ ഷൂ ആണ് നമ്മള് വാങ്ങിയത്. പിന്നെ ചെരുപ്പും വാങ്ങി. ചെരുപ്പ് കാണിച്ചു കൊടുക്ക്. ഇതൊരു നോർമൽ ചെരുപ്പ്. പിന്നെ 2 ടീഷർട്ട്. വള കാണിച്ചു കൊടുക്ക്. എന്താ ഒരു കൂളിംഗ് ഗ്ലാസ് വാങ്ങിച്ചിനി, അത് കൊടുത്തു. അത് അപ്പുറത്താണല്ലേ. അത് ഒരു ലാസ്റ്റ് നമ്മൾ വരുമ്പം ഒരു ഷോപ്പിലും കൂടെ കയറി. ഇവിടെ വളവട്ടണത്ത് ഒരു ബേബി ഷോപ്പിൽ നമുക്കൊരു കുഞ്ഞു വാവേനെ കാണാൻ പോവാനുണ്ട്. ഒരു 5 മാസമുള്ള വാവേനെ. അപ്പൊ ആ വാവ ഇന്നല്ല നാളെ. അപ്പൊ ആ വാവക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഉടുപ്പ് മേടിക്കാൻ കയറി. അപ്പൊ അവിടെ കൂളിംഗ് ഗ്ലാസ് എണ്ണീച്ചുട്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന കൂളിംഗ് ഗ്ലാസ് ഉപയോഗിച്ചുകൊണ്ടിരുന്നതല്ല, വല്ലപ്പോഴും ഇവിടുന്ന് കളിക്കുമ്പോൾ വെറുതെ എടുത്തിടലുണ്ട്. പിള്ളേർക്ക് അത്ര നല്ലതല്ല, എന്നാലും കളിക്കുമ്പോൾ എല്ലാം ഇടുന്ന ഒന്നുണ്ടായിനി. അതിന്റെ ഒരു കാല് പൊട്ടിപ്പോയി. അതുകൊണ്ട് ഇത് കണ്ടപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഗ്ലാസ് അങ്ങനെ മേടിച്ചു പിള്ളേരെ കളിക്കുന്നത്. അപ്പൊ അതെല്ലാം നമ്മുടെ ഇന്നത്തെ പർച്ചേസിങ് ഉണ്ടായത്. ഇനിയിപ്പോൾ 2-3 ദിവസം കഴിഞ്ഞാൽ നമുക്ക് എറണാകുളത്തേക്ക് പോകാനായി. ഞാൻ ലൈവിൽ വന്നപ്പോൾ പറഞ്ഞിട്ടില്ലേ എറണാകുളത്ത് പോകുന്നുണ്ടെന്ന്. 3-ാം തീയതി കേട്ടോ എറണാകുളത്തേക്ക് പോകുന്നത്. അത് കഴിഞ്ഞ് വന്നാണ് നീച്ചുട്ടിന്റെ ബർത്ത്ഡേ ആയി, വിഷു ആയി. ഇനിയെല്ലാം കുറച്ച് ഹറിബറി ആയിരിക്കും. അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നീച്ചുട്ടിന്റെ കുറച്ച് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് പർച്ചേസിംഗ് എല്ലാം ആയിരുന്നു വീഡിയോയില്. അപ്പൊ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ